ഹലോ ഡിയേഴ്സ്, ഇപ്പോൾ സമയം ഏകദേശം കണ്ടോ ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 8:30 മണി അടുക്കുന്നു. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു ഉന്മേഷമില്ലാത്ത പോലെ. അപ്പം ഞാനും മോനും കൂടെ കരുതി നമ്മുടെ ഓൺ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അതിനുശേഷം നിങ്ങൾക്കൊരു കുഞ്ഞ് റെസിപ്പി, രാത്രി വെക്കുന്ന ഒരു കുഞ്ഞ് റെസിപ്പി, വേറെ ഒന്നുമല്ല, മാങ്ങ നിറച്ച പുട്ട് വിത്ത് കിഡിലൻ മുട്ട റോസ്റ്റ്. അതുകൂടി നമുക്ക് വന്നിട്ട് കുക്ക് ചെയ്യാം. അതിന് മുന്നേ ഒന്ന് മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടാണ് ഒരു കുഞ്ഞൊരു യാത്ര. 5 മിനിറ്റ്. ഓക്കെ, നിങ്ങളും കൂടി കുടിക്കോ. അധികം വാഹനങ്ങളൊന്നുമില്ല, കോളേജിന്റെ പ്രശ്നമായതുകൊണ്ട് അധികം വാഹനങ്ങളൊന്നുമില്ല. നമുക്ക് മനസ്സൊക്കെ ഭയങ്കര ഒരു കൂളാവും ഇങ്ങനെ പോയിട്ട് ഒരു 5 മിനിറ്റ് പോകുമ്പോൾ തിരിച്ചെത്താം. ആകാശത്ത് ഒരു നക്ഷത്രങ്ങളും ഇല്ല കണ്ടോ. മഴക്കാറുണ്ട്. നമ്മളിപ്പോ തിരിച്ചു പോവാ, തിരിച്ചു വീട്ടിലോട്ട് പോവാ, പതുക്കെ പോവാ. പക്ഷെ ആകാശത്ത് നോക്കുമ്പോൾ ശൂന്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു. പെട്ടെന്ന് തന്നെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി. ഞാൻ ഒരു കുറ്റി പുട്ടിന്റെ മാവാണ് ഇപ്പോൾ നനച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ തണുത്ത വെള്ളത്തിൽ, അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ പ്രോസസ്സിങ് കാണിക്കാതിരുന്നത് കേട്ടോ. തീരെ കട്ടയില്ലാത്ത രീതിയിൽ, ഒരുപാടൊന്നും നനയാനും പാടില്ല, പക്ഷേ നനയുകയും വേണം. എങ്കിലേ ആ പുട്ട് ആ കറക്റ്റ് ആ സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. ഇതിനെ നമുക്ക് മാങ്ങ നിറച്ച പുട്ടാക്കി മാറ്റാം. ഓക്കെ, അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് തേങ്ങയും കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് അവറോൺ മാങ്ങയും വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് തേങ്ങ ഇടുക, പിന്നെ കുറച്ച് മാങ്ങയും പുട്ടും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റാ. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം കുറച്ച് മാവ് ഇതിലേക്ക് ഫില്ല് ചെയ്യുക. വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന്റെ പുറത്തുകൂടി നമ്മുടെ അവറോൺ മാമ്പഴം. മാക്സിമം തേങ്ങയും മാങ്ങയും കൂട്ടുക. മാങ്ങ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. നമുക്കൊക്കെ മാങ്ങ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അത് മിക്ക മലയാളികൾക്കും മാങ്ങ വീക്ക്നെസ് ആണ്, പക്ഷേ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ആവി പുഴുങ്ങിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട്, മാങ്ങയും കൂടെ ഉള്ളതുകൊണ്ട് മാങ്ങ പെട്ടെന്ന് കുക്കാവും. എന്നാലും സാധാരണ വേകുന്ന സമയമേ വേണ്ടി വരത്തുള്ളൂ. സാധാരണ നമ്മൾ പുട്ട് അവിക്കുന്ന എത്ര ടൈമാണോ അത്ര ടൈമേ വേണ്ടി വരും. നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റ്ഫുൾ
റെസിപ്പി എന്ന് തന്നെ നമുക്ക് പറയാം. മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാങ്ങ നിറച്ച പുട്ട്. അതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടക്കറി. ചെറിയൊരു മധുരവും ഈ എരിവും കൂടെ ചേർന്ന് കഴിക്കാനുണ്ടല്ലോ, സൂപ്പർ കോമ്പിനേഷനാ. ഇടയ്ക്ക് ആ മാങ്ങയുടെ മധുരവും നമ്മുടെ മുട്ടക്കറിയുടെ ഒരു എരിവും, സംഭവം സൂപ്പറായിട്ടാ. കണ്ടോ മാങ്ങ ഇത്ര കുക്കാവും. കിടുക്കാച്ചി ഇത് രണ്ടും, മുട്ടയെന്ന് പറയുന്നത് എന്റെ ഒരു വീക്ക്നെസ്സാ, മാങ്ങ എന്ന് പറയുന്നത് എന്റെ വീക്ക്നെസ്സാ. രണ്ട് വീക്ക്നെസ്സും കൂടെ ചേർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, മക്കൾസിന് നല്ല ഇഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ മക്കൾസിന് നിങ്ങൾ തീർച്ചയായിട്ടും കുക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ബൈ പറയുകയാണ്. എല്ലാവരോടും ബൈ പറയുന്നു. ശുഭരാത്രി, സുഖനിദ്ര. വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.